നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. ഹലോ കൂട്ടുകാരെല്ലാം നേരത്തെ എത്തിയോ? എല്ലാവർക്കും വെൽക്കം ടു ജീസസ് കിഡ്സ്. കാടിന്റെ സൗന്ദര്യത്തിലൂടെ നമ്മുടെ കൂട്ടുകാരോടൊത്ത് ഒരു യാത്ര, അനുഭവ കാഴ്ചകളിലേക്ക്. കാട്ടിലെ കൂട്ടുകാർ. എന്താ വഴിയരികിലിരുന്ന് കളഞ്ഞത്? ഒന്നുമില്ല, ഞാൻ ചുമ്മാ അങ്ങനെ കാറ്റ് കൊള്ളാൻ. എങ്കിലും വാ എന്റെ കൂടെ. അയ്യോ ഞാനില്ല കപിലേ. വാടോ, സൈക്കിൾ ഓടിക്കാൻ ഞാൻ തരാമെന്നേ. എനിക്കൊരു സൈക്കിൾ വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് കപിലേ. ഓഹോ, പുതിയതോ? അതേന്ന്. പപ്പീസ് ഒരു കാര്യം ചെയ്യ്, ഈ സൈക്കിൾ അങ്ങ് എടുത്തോളൂ. കപിൽ എന്താ ഈ പറയുന്നേ? അതേന്ന്, ഈ സൈക്കിൾ താരങ്ങ് എടുത്തോ. സത്യാണോ കപിൽ ഈ പറയുന്നത്? അതേന്ന്. അല്ല പപ്പീസ് എങ്ങനെയാ സൈക്കിൾ എടുക്കുന്നത്? അത് പിന്നെ ഞാൻ ചവിട്ടിക്കൊണ്ട് പോയിക്കോളാം. അയ്യോ അത് വേണ്ട, ഞാൻ തലയിൽ വെച്ച് തരാം. എന്താ കപിൽ ഈ പറയുന്നത്? ഞാനല്ലേ പറഞ്ഞത് സൈക്കിൾ എടുക്കുമെന്ന്. അപ്പൊ കളിയാക്കിയതാണ്. പിന്നെ ഇത്രയും വിലപിടിപ്പുള്ള സൈക്കിൾ വെറുതെ തരാൻ എനിക്കത് തലയ്ക്ക് നല്ല സുഖമല്ലേ? ഒന്ന് പോടാ അവിടുന്ന്. വന്നിരിക്കുന്ന ഒരു സൈക്കിൾ വാങ്ങിക്കാനായിട്ട് അത്ര മോഹാണെങ്കിലേ സ്വന്തമായിട്ട് വാങ്ങാൻ നോക്കണം. വെറുതെ നാണക്കേടായി. അയ്യോ, സ്വപ്നായിരുന്നോ? സ്വപ്നത്തിലാണേലും കപിൽ ചെയ്തത് അത്ര ശരിയായില്ല. എന്നാലും പപ്പ സൈക്കിള് വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് എന്താ വാങ്ങിത്തരാത്തതാവോ? എന്താ പപ്പീസേ മുഖത്തൊരു മൂടോട്ട്? ഉറക്കത്തിലായിരുന്നോ? പപ്പ, ഞാനേ ഒരു സ്വപ്നം കണ്ടു. എന്തായിരുന്നു സ്വപ്നം? അത് പിന്നെ കാര്യം തെളിച്ചു പറ. ഞാനേ എനിക്ക് സൈക്കിള്. മനസ്സിലായി, സൈക്കിള്. പപ്പ, കഴിഞ്ഞ 50 നോമ്പ് മുടങ്ങാതെ എടുത്താല് സൈക്കിൾ വാങ്ങി തരാമെന്ന് പറഞ്ഞതല്ലേ? അതെ പറഞ്ഞിരുന്നു. അതിനിപ്പോ എന്താ? എന്നിട്ട് പിന്നെ എന്താ സൈക്കിൾ വാങ്ങാത്തെ? മോന് സൈക്കിൾ വാങ്ങി തരാനുള്ള പൈസ പപ്പ റെഡിയാക്കിയിട്ടുണ്ട്. നേരാണ് പപ്പ. നല്ല പപ്പ, എന്റെ പുന്നാര പപ്പ. ഭയങ്കര സന്തോഷം. അല്ല പപ്പീസേ, ഈ പണവുമായിട്ട് എന്താ പരിപാടി? ഞാൻ പറഞ്ഞില്ലേ മോട്ടു, എന്റെ കുറെ കാലത്തെ ആഗ്രഹം ആ സൈക്കിൾ വാങ്ങണമെന്ന്. അയ്യോ, അതിനൊക്കെ കുറെ പണം വേണ്ട എന്റെ പപ്പീസ്. ആ പണമല്ലേ ഈ പണം? അല്ല പപ്പീസേ, ഇത്രയും പണവുമായിട്ട് ഇങ്ങനെ നടക്കുവാണോ? ടൗണിൽ പോകുന്നുണ്ട്, അപ്പൊ സൈക്കിൾ വാങ്ങി തരാമെന്നാ പപ്പ പറഞ്ഞത്. അതൊക്കെ ഞാൻ സൂക്ഷിച്ച് ഭദ്രമായിട്ട് വെക്കും. ഒരുപാട് പണമുള്ളതാ. 2 ദിവസം കൊണ്ട് ഞാൻ സൈക്കിൾ വാങ്ങി കാട്ടിൽ കറങ്ങി നടക്കും കേട്ടോ. പിന്നെ ഞാൻ കപിലിനെ പോലെ ഒന്നല്ല.
വാങ്ങിക്കഴിഞ്ഞാലേ സ്വഭാവം അങ്ങ് മാറും. ഏയ്, എന്റെ സൈക്കിൾ നിങ്ങളുടെ കൂടി സൈക്കിളാണ്, മനസ്സിലായോ? അത് മതി, അങ്ങനെ കേട്ടാലെങ്കിലും മതി. എന്നാലേ ഞാൻ ഈ വഴി പോയിട്ട് പപ്പയുടെ കൂടെ സൈക്കിൾ വാങ്ങാൻ പോകും. ഇനി കാണുമ്പോ എന്റെ പപ്പീസ് സൈക്കിൾ വരണം കേട്ടാ. അതെ, തീർച്ചയായും. ഇനി നമ്മൾ കാണുമ്പോ എന്റെ കയ്യിൽ സൈക്കിൾ ഉണ്ടാവും, കളർഫുൾ സൈക്കിൾ. എന്നാലും പപ്പീസിന്റെ ഒരു ഭാഗ്യം. തക്കിട്ട് തതിമി തന്താന ഹൃദയ തമിഴ് ദിഗിരി ദിഗിരി തീലാന. തക്കിട്ട് തതിമി തക്കിട്ട്. എന്താ പപ്പീസ് 2 ദിവസമായാലോ ഈ ബാഗും കൊണ്ട് നടക്കുന്നു? എന്ത് പറ്റി? അത് പിന്നെ ഈ ബാഗില് പണമാ. എനിക്ക് സൈക്കിൾ വാങ്ങിത്തരാൻ പപ്പ തന്ന പണം. ഓഹോ, അപ്പൊ എന്നോട് കോമ്പറ്റ് ചെയ്യാനാണ് പരിപാടി. ആണെന്ന് കൂട്ടിക്കോ. ഇനി കപിലൊക്കെ എന്നെ കാണുമ്പോ ഞാൻ സൈക്കിളായിട്ട് വരും കേട്ടാ. പപ്പീസ് സൈക്കിളായിട്ട് വരെ? ഈ കാലനായിട്ട് വരിക, പോത്തായിട്ട് വരാന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോ സൈക്കിളായിട്ട് വരുമ്പോ കാലിന് പകരം ചക്രമായി മാറും. സൈക്കിളായിട്ട് വരാന്ന് പറഞ്ഞത് സൈക്കിൾ ചവിട്ടി വരുമെന്നാ ഉദ്ദേശിച്ചത്. ഓ അങ്ങനെ. അല്ലേലും ഇക്കാലത്ത് എന്ത് സൈക്കിൾ? അതെന്താ അങ്ങനെ പറയുന്നേ? ബുള്ളറ്റ് അല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്? ബുള്ളറ്റോ? അത് തോക്കിലിടാനുള്ളതല്ലേ? ഓ, ഇവന്റെ തലയിൽ എന്താ എടാ മന്ദ? ബുള്ളറ്റ് എന്ന് പറഞ്ഞാലേ മോട്ടോർ ബൈക്കിലെ രാജാവാ, മനസ്സിലായോ? ആനപ്പുറത്തിരിക്കുന്ന മാതിരി ഇരുന്ന് കുതിര പോണ പോലെ കുട്ടുകുട്ടെന്ന് പറഞ്ഞ് പോവാലോ. അയ്യോ, അതിന് നമുക്ക് ലൈസൻസ് കിട്ടാനുള്ള പ്രായമായിട്ടില്ലല്ലോ. ഓ, ആർക്ക് വേണം ഈ ലൈസൻസ് ഒക്കെ? അത് ശരിയല്ല, അത് നിയമം തെറ്റിക്കുന്ന കളിയാ. അതിന് ഞാനില്ല. എന്നാ മോൻ ചെല്ല്, ചെന്ന് നിയമം പാലിച്ച് സൈക്കിൾ ഓടിക്ക്. പിന്നെ എൻ്റെ ഈശ്വര, ഈ പ്രകൃതിക്ഷോഭം എത്ര ജീവനുകളാ എടുത്തത്? എത്ര ആളുകളാ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്? എന്തായാലും ഈ സമയത്താണ് അവർക്ക് സഹായത്തിന്റെ ആവശ്യം. അവിടെ അവരൊന്ന് പോണം, കഴിയാവുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ഇന്ന് സൈക്കിൾ വാങ്ങാൻ പോകാമെന്ന് പറഞ്ഞത്. മോനെ, ഇത് കണ്ടോ? ഈ കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടുണ്ടായ പ്രദേശം ആകെ ദുരിതത്തിലാ. പപ്പയ്ക്ക് അവിടെ മരൊന്ന് പോയി എന്തെങ്കിലും സഹായമൊക്കെ ചെയ്യണമെന്നുണ്ട്. അത് പിന്നെ പപ്പ, ഇന്നല്ലേ സൈക്കിൾ വാങ്ങാൻ ടൗണിൽ പോകാമെന്ന് പറഞ്ഞത്? അതെ, പക്ഷെ മോനെ, ഈ ദുരിതം കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ? മോനെ, മോൻ വിഷമിക്കണ്ട. നമുക്ക് അടുത്ത ദിവസം പോയി ഒരു പുത്തൻ സൈക്കിൾ വാങ്ങാം. ഓ, ആയിക്കോട്ടെ പപ്പ. എങ്കിൽ മോനെ, പപ്പ പോയിട്ട് വരാം. പപ്പ, ഞാനും വരട്ടെ പപ്പയോടൊപ്പം? അത് പിന്നെ മോൻ വന്ന ഈ ദുരിതം എനിക്കും ദുഃഖമുണ്ടാക്കുന്നു. ആയിക്കോട്ടെ, മോനും എന്നോടൊപ്പം പോകും. എന്നാ പപ്പ, ഞാൻ ഈ മണി ബാഗ് അകത്ത് കൊണ്ട് വെച്ചിട്ട് വരാം കേട്ടോ. ഓ ശരി. എന്നാലും ഇവന്റെ ഒരു കാര്യായി സൈക്കിളിന്റെ വില അറിയണത്. അല്ല ഗംഭീരേ, കുറച്ചു ദിവസം ആയല്ലോ നമ്മുടെ പപ്പീസിനെ കണ്ടിട്ട്. അത് നേരെ സൈക്കിളായിട്ട് ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് പോയതല്ലേ നമ്മുടെ പപ്പീസ്. ചിലപ്പോ സൈക്കിൾ വാങ്ങി കാണും, അതാ കാണാത്തത്. എനിക്ക് തോന്നുന്നത് പപ്പീസ് പറഞ്ഞത് ശുദ്ധപ്പെട്ടാണെന്ന്. എന്ത് സൈക്കിൾ വാങ്ങാമെന്ന് പറഞ്ഞതോ? അതിന് വല്ല സാധനങ്ങളും വാങ്ങാൻ വേണ്ടി വീട്ടിൽ നിന്ന് കൊടുത്ത പണമായിരിക്കും നമുക്കിട്ട് കാണിച്ചത്. ആ, അത് നേരാവാൻ വഴിയുണ്ട്. എന്തായാലും പപ്പീസിനെ കാണാനില്ല, അത്ര തന്നെ കാര്യം. നമുക്കൊരു അന്വേഷണം നടത്തി കളയാം. നമുക്ക് CBI വിളിച്ചാലേ. ആ പിന്നെ പപ്പീസേ, മോൻ വിഷമിക്കണ്ട. സൈക്കിൾ വാങ്ങാൻ അടുത്ത ദിവസം പോവാം. ഞാൻ ആകെ ടെൻഷനിലായിരുന്നു. ആ ദുരിത മേഖലയുള്ളവരെ സഹായിക്കാൻ പപ്പ ആവുന്നതൊക്കെ ചെയ്തു. എന്നാലും മോൻ്റെ ഒരു ചെറിയ കാര്യം നിറവേറ്റാൻ കഴിഞ്ഞില്ലല്ലോ. മോന് വിഷമമുണ്ടോ? അയ്യോ ഇല്ല പപ്പ, പപ്പ വിഷമിക്കാതെ. ഞാനും ഒരു കാര്യം ആലോചിക്കുക. എന്താ മോനെ കാര്യം? അത് പിന്നെ കാര്യം പറ. പപ്പ, നമ്മളെ ദുരിതാശ്വാസ ക്യാമ്പിൽ പോയില്ലേ? അതെ, പോയിരുന്നു. പപ്പ, എനിക്ക് അവരുടെ ദുരിതം കണ്ട് ഒരുപാട് വിഷമം തോന്നി. നല്ല മനസ്സുള്ളവരാരും ദുഃഖിച്ചു പോകും. പപ്പ,
ഞാൻ സൈക്കിൾ വാങ്ങാൻ വെച്ച പണം അവർക്ക് കൊടുത്താലോ എന്ന് ആലോചിക്കുക. ഏത് പണം? പപ്പ, ദേ ഈ പണം. സൈക്കിൾ എപ്പോൾ വേണമെങ്കിലും വാങ്ങാമല്ലോ, പക്ഷേ ആ പാവങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞാൽ അതല്ലേ ഇപ്പോൾ വേണ്ടത്. മോനെ, നീ പപ്പയുടെ മോൻ തന്നെ. ഈ സന്തോഷ വാർത്ത എത്രയും പെട്ടെന്ന് വമ്പൻ സാറെ അറിയിക്കണം. സാറാണല്ലോ ദുരിതാശ്വാസ ക്യാമ്പിന്റെ കാര്യങ്ങളൊക്കെ അത് ചെയ്യുന്നത്. ശരിയാ പപ്പ. പപ്പ വേഗം തന്നെ ബമ്പൻ സാറിനെ അറിയിക്കും. എന്റെ പൊന്നു മക്കളെ, ഈ സമയം എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പപ്പീസിന്റെ ഈ പ്രവൃത്തിയിൽ ഞാൻ അഭിമാനിക്കുന്നു. എന്നാലും പപ്പീസിന് അത് തോന്നിയില്ലോ. എന്തിനു മനസ്സ് പപ്പീസിന്റെ? ഒരു പിതാവെന്ന നിലയ്ക്ക് എനിക്കും അഭിമാനമുണ്ട് സാർ. അതെ, സ്വന്തം മക്കളുടെ പ്രവർത്തനത്തിൽ സന്തോഷിക്കുന്ന രക്ഷിതാക്കൾ പുണ്യം ചെയ്തവരാ. അമ്പട പപ്പീസ്. ഈ പപ്പീസ് സമൂഹത്തിനൊരു മാതൃകയാണ്. കാരണം സ്വന്തം സുഖങ്ങളെ ത്യജിച്ച് മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു. സൈക്കിൾ വാങ്ങാൻ വെച്ച പണം ദുരിതാശ്വാസ ക്യാമ്പിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് നൽകുന്ന ഈ ചടങ്ങ് മഹനീയമാണ്. സാർ, എൻ്റെ ഒപ്പം ആ ദുരിത മേഖല സന്ദർശിച്ച സമയം മുതൽ ആ പപ്പീസ് ആകെ അസ്വസ്ഥനായിരുന്നു. പപ്പീസിന്റെ ഈ തീരുമാനം എൻ്റെ കണ്ണു നിറച്ചു. മക്കളെ, പപ്പീസിനെ പോലെയുള്ളവരെയാണ് ഈ നാടിന് ആവശ്യം. പപ്പീസാണ് ശരി, പപ്പീസാണ് ഹീറോ, പപ്പീസാണ് ദൈവത്തിന്റെ കരസ്പർശമേറ്റവൻ. എൻ്റെ പൊന്നു സാറേ, ഈ പണം സാറ് വാങ്ങിക്കും. യെസ്, വളരെ സന്തോഷത്തോടെ ഞാൻ ഈ പണം ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു. ഇനി ആത്മീയ ജീവന്റെ വിരുന്ന് പകരാൻ നമ്മുടെ ടിങ്കു കാത്തിരിക്കുന്നു. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ടിങ്കു, എന്നെ നോക്കാത്ത എന്നാ? എന്താ പറ്റിയേ? ആ, അത് ശരി. എന്താ കാരണം? എന്താ എന്നോട് പിണക്കാന്നോ? ആ, ചിലപ്പോൾ അങ്കിള് വഴക്ക് പറഞ്ഞേ തന്നെ ആയിരിക്കും അല്ലേ? ഇന്ന് ടിങ്കുവിനെ വഴക്ക് പറയേണ്ടതായിട്ട് വന്നു. പിന്നെയോ? ഓ, അത് ശരി. ടിങ്കുവിനോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? കൂട്ടുകാരെ, ചിലപ്പോൾ ടിങ്കുവിനെ വഴക്ക് പറയും, അടിക്കുകയൊക്കെ ചെയ്യും. എന്താ കാരണം എന്നറിയോ? അത് ശരി. അപ്പോൾ കൂട്ടുകാരൻ എന്നോട് പണങ്ങില്ലേ? വെറുതെ ആവശ്യമില്ലാതെ ടിങ്കുവിനെ വഴക്ക് പറഞ്ഞു, അടിച്ചു എന്നൊക്കെ പറഞ്ഞു കൂട്ടുകാരൻ എന്നോട് പണങ്ങത്തില്ലേ? ഞാൻ പറയും. അല്ല, ഇവരറിയണം. ടിങ്കുവിനോട് പല കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട്. ടിങ്കു എല്ലാം അനുസരിക്കും. പക്ഷേ ഇന്നൊരു കാര്യം അനുസരിച്ചില്ല. നീ എന്തിനാ എങ്ങനെ വഴക്ക് വിടുന്നേ? ഞാൻ അവരോട് പറയട്ടെ. എന്താ അനുസരിക്കാത്ത കാരണം എന്നറിയാമോ? അവരൊന്നും അറിഞ്ഞോട്ടെ, കുഴപ്പമില്ല. ചിലപ്പം നമ്മുടെ കൂട്ടുകാർ ഇതുപോലെയൊക്കെ ചെയ്താലോ? ഓക്കെ. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് ചോക്ലേറ്റ്സ് എപ്പോഴും സൂക്ഷിച്ചു വെക്കാറുണ്ട്. അപ്പം അങ്കിളാണ് അത് എടുത്ത് കൊടുക്കുക. അതെടുക്കാൻ ആർക്കും അനുവാദമില്ല. പക്ഷെ ടിങ്കു എന്ത് ചെയ്തെന്നറിയാമോ? എന്നാ നീ പറ. ഓ, അത് ശരി. എൻ്റെ പെർമിഷൻ ഇല്ലാതെ എടുത്ത് കഴിച്ചു. പക്ഷേ അങ്കിളുടെ മനസ്സിലായി ടിങ്കു എടുത്തു എന്നുള്ളത്. ഞാൻ ചോദിച്ചു, ടിങ്കു എടുത്തോ? പക്ഷെ ഇവൻ എന്താ പറഞ്ഞതെന്നറിയാമോ? ഞാൻ എടുത്തില്ലെന്ന് പറഞ്ഞു. അതെന്താ ടിങ്കു അങ്ങനെ പറഞ്ഞേ? കണ്ടോ, അങ്കിൾ തല്ലൂന്ന് വിചാരിച്ച് അവൻ നുണയും പറഞ്ഞു. അനുസരണക്കേട് കാട്ടി. മാത്രമല്ല, അത് മൂടി വെക്കാനായിട്ട് ശ്രമിച്ചു. അത് നല്ല കാര്യമാണോ? നല്ല കാര്യമല്ല എന്ന് ഇവനറിയാം. പക്ഷേ അനുസരിക്കുന്ന കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരെയൊക്കെ അനുസരിക്കേണ്ടത്? മാതാപിതാക്കളെ അനുസരിക്കണം, അധ്യാപകരെ അനുസരിക്കണം, മുതിർന്നവരെ അനുസരിക്കണം. ശരിയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ അനുസരിക്കണം നമുക്കറിയാം. പക്ഷേ യഥാർത്ഥത്തിൽ അനുസരണം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ? പൂർണ്ണമായി അത് ചെയ്യുക, അത് നിവർത്തിക്കുക. അതാണ് അനുസരണം എന്ന് പറയുന്നത്. ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. ഇതാ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. അനുസരിക്കുന്നത്
ഏറ്റവും വലിയ യാഗമാണ്, ഏറ്റവും വലിയ കാര്യമാണ്. ഒരിക്കൽ ഒരു കാട്ടിൽ ഒരു ആനയും തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുഞ്ഞുണ്ടായിരുന്നു, ആനക്കുഞ്ഞുണ്ടായിരുന്നു. എന്താ അങ്ങൾ? ആ ആനക്കുഞ്ഞിൻ്റെ പേര് ജംബോ എന്നാണ്. എന്താ അങ്ങൾ? ജംബോ എന്ന് പറഞ്ഞ എന്താ ആനക്കുഞ്ഞിൻ്റെ പേര്? ജംഗം. ഓക്കെ. അപ്പോൾ ഈ ആനയ്ക്ക് തൻ്റെ കുഞ്ഞിന് വളരെ ഇഷ്ടമാണ്. എപ്പോഴും ഈ ആനയോട് കൂടെ ഈ കുഞ്ഞിങ്ങനെ നടന്നു പോകും. അമ്മ ഒഴിച്ചു കൊടുക്കുന്ന മുളയെല്ലാം ഈ കുഞ്ഞ് തിന്നും. ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഈ അമ്മ തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പോയിട്ടുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിൽ അമ്മ പറയും, മോനെ അവിടെ നമുക്ക് പോകാനായിട്ട് പാടില്ല, അത് ചതുപ്പ് നിറഞ്ഞ സ്ഥലങ്ങളാണ്, എന്ന് പറഞ്ഞാൽ താണു പോകുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ കുഞ്ഞു പറയും, അമ്മേ നമ്മൾ അവിടെ പോയാൽ എന്താ? അപ്പം അമ്മ പറയും, മോനെ അവിടെ നമുക്ക് പോകാൻ അനുവാദമില്ല, മോനെ ഒരിക്കലും അവിടെ പോകരുത്. നല്ല ഉപദേശമല്ലേ? പിന്നെ നല്ല ഉപദേശമാണ് ആ അമ്മ കൊടുത്തത്. പക്ഷെ ഒരു ദിവസം ഉണ്ടല്ലോ, ഈ കുഞ്ഞ് തനിയെ നടക്കാനായിട്ട് ഇറങ്ങി. അവൻ വിചാരിച്ചു, ഇപ്പം ഞാൻ വലുതായി, ഇനി എനിക്ക് തന്നെ ഭക്ഷണമൊക്കെ എടുക്കാൻ അറിയാം. അങ്ങനെ പോയി അമ്മ കൊണ്ടുപോയ വഴിയിലൂടെയൊക്കെ പോയി. പെട്ടെന്ന് മുമ്പിൽ അമ്മ പറഞ്ഞ സ്ഥലമെത്തി. അവൻ്റെ മനസ്സിൽ ഓടി വന്നു, അയ്യോ അവിടെ പോകാൻ പാടില്ല, അമ്മ പറഞ്ഞിട്ടുണ്ട് പോകരുത്. പിന്നെ അവൻ ചിന്തിച്ചു, അല്ല അവിടെ പോയാലിപ്പോൾ എന്താ പറ്റുക? എന്നിട്ട് എന്താ അങ്ങനെ ഉണ്ടായത്? എന്താ ഉണ്ടായെന്നറിയാമോ? ചതുപ്പ് സ്ഥലങ്ങളുടെ പ്രത്യേകത, അവിടെ ഒരുപാട് പച്ച പുല്ലുകളുണ്ട്, അതുപോലെ മരങ്ങളുണ്ട്. ആ സ്ഥലത്ത് പോയാൽ ഒരുപാട് മധുരമുള്ളത് തിന്നാമെന്ന് വിചാരിച്ച് അവൻ ആ ചതുപ്പിലേക്ക് ഇറങ്ങി. എന്താ സംഭവിച്ചതെന്നറിയാമോ? എന്താ? അവൻ്റെ കാലുകൾ ആ ചതുപ്പിൽ താണു പോയി. ഉടനെ അവൻ കരയാൻ തുടങ്ങി, അമ്മേ എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. കേട്ടു. തൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ അമ്മ കേട്ടു. വേഗം ഓടി വന്നു. നോക്കിയപ്പം കുഞ്ഞിപ്പോൾ എവിടെയാണ് കിടക്കുന്നേ? അതെ, ചതുപ്പ് സ്ഥലത്താണ് കിടക്കുന്നത്, താണു പോകുന്ന സ്ഥലത്ത്. വേഗം അമ്മ തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് തൻ്റെ തുമ്പിക്കൈ വലിഞ്ഞങ്ങ് നീട്ടി. അവനോട് പറഞ്ഞു, മോനെ അതിൽ മുറുകെ പിടിച്ചോ, അമ്മ പിടിച്ചു വലിച്ചോളാം. പക്ഷേ പല വിധത്തിൽ ശ്രമിച്ചിട്ടും തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് കഴിയുന്നില്ല. ഒടുവിൽ ഈ ചതുപ്പിൻ്റെ അടുത്തേക്ക് ഈ അമ്മ കടന്നു വന്ന് തൻ്റെ സർവ്വശക്തിയും എടുത്ത് ആ കുഞ്ഞിനെ മുകളിലേക്ക് കയറ്റുന്ന സമയത്ത് എന്താ സംഭവിച്ചതെന്നറിയാമോ? എന്താ ഉണ്ടായത്? അമ്മ നിന്ന സ്ഥലത്ത് എൻ്റെ ബാലൻസ് തെറ്റിയിട്ട് ഈ ചതുപ്പിലേക്ക് അമ്മ വീണു. തൻ്റെ മകനെ രക്ഷിച്ചു. പക്ഷേ ആ ചതുപ്പിൽ അമ്മ പോയി തന്നെ രക്ഷിക്കാനായിട്ട് ആരുമില്ലാതെ അവിടെ നിന്ന് ആ അമ്മ ചതുപ്പിലേക്ക് താണു പോയിക്കൊണ്ടിരുന്നു. ഉടനെ ഈ കുഞ്ഞാനയ്ക്ക് ജംബോയ്ക്ക് മനസ്സിലായി, തൻ്റെ തെറ്റാണ്, താൻ അനുസരണക്കേട് കാണിച്ചതുകൊണ്ടാണ് തൻ്റെ അമ്മ തനിക്ക് വേണ്ടി ബലിയായിട്ട് തീർന്നത്. നോക്കിയ കൂട്ടുകാരെ, അനുസരണക്കേട്, നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് തരുന്ന ഉപദേശങ്ങൾ അവരുടെ അനുഭവത്തിൽ നിന്നാണ്. നമ്മളത് അനുസരിക്കണ്ടേ? അനുസരിക്കണം. കുഞ്ഞുങ്ങളെ അനുസരിക്കണം, ഞാനും അനുസരിക്കണം. അതെ, നമ്മളെല്ലാം അനുസരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ വലുതാണ്. അനുസരണത്തെക്കുറിച്ച് നമ്മൾ പഠിച്ച വാക്യം ഓർമ്മയുണ്ടോ? എന്താ ഒന്ന് പറഞ്ഞു കേൾക്കട്ടെ. ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ വെരി ഗുഡ്, മേധസ്സിനേക്കാളും നല്ലത്. നോക്കിയേ, നാം അനുസരിക്കുന്ന നല്ല കുഞ്ഞുങ്ങളായി തീരണം. അതാണ് ഏറ്റവും വലുത്. ആരെയാണ് നമ്മൾ അനുസരിക്കേണ്ടത്? ദൈവത്തെ അനുസരിക്കണം, മാതാപിതാക്കളെ അനുസരിക്കണം, അധ്യാപകരെ അനുസരിക്കണം, മുതിർന്നവരെയും നാം അനുസരിക്കണം. അങ്ങനെ അനുസരണമുള്ള നല്ല കുഞ്ഞുങ്ങളായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഓക്കെ, ബൈ. അനുഭവങ്ങളും വചനങ്ങളും നമ്മെ എത്രമാത്രം സ്വാധീനിക്കുന്നു അറിയാൻ ആഗ്രഹമുണ്ട്. കത്തുകൾ അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. അനുഭവങ്ങളും ചിന്തകളും നിറഞ്ഞ രസചിത്രവുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.